ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോലെയുള്ള ആൾക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ വൈകിട്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഒരാളിതാ അവിടെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുർആനൊക്കെ ഓതി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല വിശപ്പ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉച്ചക്കലത്തെ കുറച്ച് ബിരിയാണി ഉണ്ട്, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്ത് തരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ മഴയൊക്കെ അല്ലേ, നല്ല മഴയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നുമല്ലോ നമുക്ക് അല്ലേ, പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ. അപ്പോൾ ബിരിയാണിയോ വല്ല കപ്പയോ ചമ്മന്തിയോ ഒക്കെ അങ്ങനെയൊക്കെ സംഭവങ്ങൾ നമുക്ക് കഴിക്കാൻ ഇഷ്ടമാവും. അപ്പോൾ ബിരിയാണി ആകെ തണുത്തിക്കണു കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ ആവിക്കൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഉച്ചക്ക് കുറച്ച് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഉരുളി പാത്രം ഉണ്ടല്ലോ, അതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് അടിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിയിൽ കുറച്ച് കരിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ പാത്രത്തിൽ തന്നെ ഇട്ടൊന്ന് ചൂടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ചട്ടിയുടെ അടിയൊക്കെ കറുത്ത കളറ് ഓവറായിട്ടൊന്നും അങ്ങനെ കരിഞ്ഞിട്ടില്ല, കുറച്ച് കേട്ടോ. അപ്പോൾ ബിരിയാണിയിലെ ഇറച്ചിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അതൊക്കെ ഉച്ചയ്ക്ക് തന്നെ സാപ്പിട്ടിരിക്കണം എല്ലാവരും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ ആ തട്ട് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുക ചെയ്തത് കേട്ടോ. ഇനി കുറച്ച് കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതാ കരണ്ടടുപ്പിൽ കുറച്ച് വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ മറവ് കൊണ്ട് ചായപാത്രം കാണുന്നില്ല അല്ലേ. അങ്ങനെ ഇതാ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മൾ ചായ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് വെക്കണം കേട്ടോ. ഈ ഒരു ബിരിയാണി ഇത് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇനി ഞാനും മോനൊക്കെ കുറേശ്ശെ കഴിക്കും കേട്ടോ. ഈ ഒരു മഗ്‌രിബ് സമയമായ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ പൂതിയാവുമല്ലോ. അപ്പോൾ ഞാൻ ബിരിയാണി അവിടെ ഇങ്ങനെ ചൂടാകാൻ വെച്ചിട്ട് പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിനി വെറും ചോറ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിക്ക് എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാട്ടോ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുക ചെയ്യുന്നത്. ചിക്കനൊന്ന് വെള്ളമില്ലാതെ ഒന്ന് വരട്ടി വെക്കാനാണ്. പിന്നെ നമ്മൾ നല്ലൊരു നാടൻ കറി റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയണത് തന്നെ ആവും. അപ്പോൾ എന്തായാലും വീഡിയോയിൽ കണ്ടോളി. ഞാനിപ്പോൾ തന്നെ ഇങ്ങോട്ട് പറയുന്നില്ല, അപ്പോൾ അത് വരട്ടെ അപ്പോൾ പറയാം കേട്ടോ. അങ്ങനെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ആണെങ്കിൽ തൊലിക്കാൻ ഭയങ്കര മടിയാട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ കുഞ്ഞു ഇതളാണ്, വലിയ വെളുത്തുള്ളി അല്ല കേട്ടോ. നമ്മൾ ബോംബെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതാണെങ്കിൽ വേഗം നമുക്ക് പൊളിച്ചെടുക്കാം കേട്ടോ. പക്ഷെ ഇത് ഒരു നാടൻ വെളുത്തുള്ളിയാണ്. ഇത് നുള്ളി തൊലിച്ചെടുക്കുമ്പോഴത്തേനും കുറച്ച് ടൈമാകും. മടിച്ചിരുന്നിട്ട് കാര്യമല്ലല്ലോ, നമ്മൾ തന്നെ അത് എടുക്കണ്ടേ, കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറേ പരിശ്രമത്തിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ റെഡിയാക്കി മിക്സിയുടെ ജാറിൽ അതാട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കറക്റ്റ് വെട്ടിയെടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതൊന്ന് ചതച്ച് വരാം. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ് അല്ലേ. അപ്പോൾ ആർക്കും ഒരു അപകടം ഒന്നും ഇല്ലാതെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ എല്ലാവരും നല്ല ഇതിൽ ഇരിക്കുക കേട്ടോ. മക്കൾസൊന്നും ഒരുപാട് വെള്ളത്തിലേക്കൊന്നും വിടാതെ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ഈ പുഴയിലോ തോട്ടിലൊന്നും അധികമൊന്നും പോവാതിരിക്കുക എല്ലാവരും. ഓക്കെ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് എല്ലില്ലാതെ ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്, എല്ലൊന്നും ഇല്ലാതെ. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ചൂടായിക്കണം. അപ്പോൾ ഈ ഒരു മഗ്‌രിബിക്ക് എന്തെങ്കിലും ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം കേട്ടോ. അതങ്ങോട്ട് ശീലമായിപ്പോയി, എന്നും ഇങ്ങനെ കഴിച്ച് ശീലമായി കേട്ടോ. അപ്പോൾ ഇതാ മോനും കുറച്ച് വിളമ്പിയിട്ടുണ്ട്, ഞാനും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജലദോഷം ആവുകൊണ്ട് ശരിക്കും ഇങ്ങോട്ട് മണവും രുചിയൊന്നും കിട്ടണമൊന്നുമില്ല, എന്നാലും ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ ഇതാ നല്ല ചൂട് കട്ടൻ ചായയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു നേരം ആയാലും ആരും ഉണ്ടാവില്ല, ഞാനും മോനും മാത്രമേ കേട്ടോ ഇവിടെ വീട്ടിലുണ്ടാവുള്ളൂ. ഒക്കെ പുറത്താണ്. പുറത്ത് പറഞ്ഞാൽ നല്ല മഴ, അടിച്ച് പൊളിച്ചുള്ള മഴയാണ്. അപ്പോൾ ഓനിങ്ങനെ പറയാണ്, ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ബിരിയാണി അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടണമല്ലമ്മ, അപ്പോൾ നല്ല രസമാണ് ഇത് കഴിക്കാൻ പറയുന്നത്. ഓനാൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലില്ലെങ്കിലും പുറത്തുനിന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടിരിക്കും, അവൻ്റെ വാപ്പാനെ കൊണ്ട് കേട്ടോ.
അപ്പോൾ ഓനാണ് എന്നെ ശീലിപ്പിച്ചത്. അപ്പോൾ ദാ ഓന് കുറച്ച് ചെറിയ കുട്ടിയായിരുന്ന സമയത്തെ മഗ്‌രിബിക്കൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ഭക്ഷണം കൊടുക്കുമല്ലോ. അപ്പോൾ ഞാനും അങ്ങനെ കഴിച്ച് എനിക്കും അത് ശീലമായിട്ട് ആ സമയത്ത് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങളിതാ ബിരിയാണിയും കട്ടൻ ചായയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ അടുക്കളയ്ക്ക് വന്നത്. ഇനിയിപ്പോൾ ചോറ് പറഞ്ഞാൽ മക്കൾസ് വരുമ്പോഴത്തേനും കുറച്ച് ചോറ് വേഗം ആയാൽ മതിയല്ലോ. അപ്പോൾ ചിക്കനിലേക്കുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വലിയുള്ളിയും പച്ചമുളകും കൂടിയൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഉള്ളി വാടുന്നതിൻ്റെ മുന്നേ തന്നെ ഉള്ളിയുടെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്താൽ അതിൻ്റെയും പച്ചമണം പെട്ടെന്ന് ഇങ്ങോട്ട് നല്ലതുപോലെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. മറ്റേ നമ്മൾ ഒന്നുകൂടി ഇതൊക്കെ വഴറ്റി പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വഴറ്റുമ്പോൾ ആ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ഒരു പച്ചമണം അത് ശരിക്കും ഇങ്ങോട്ട് മാറിക്കിട്ടൂല. അപ്പോൾ നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ ഇതുപോലെ ഒപ്പം ഇട്ടിട്ട് വാട്ടിയെടുക്കണം കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അത് നല്ല ഒന്ന് മുരിഞ്ഞ് നല്ല ഒരു പ്രത്യേക രസം കിട്ടും കേട്ടോ, പ്രത്യേക ഒരു മണം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടി റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ അവിടെ ഞാൻ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവിടെ വാടാൻ വെച്ചിട്ടുണ്ട്. മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മളൊരു കറി കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഒരു നാടൻ കറി. അപ്പോൾ വേറെ ഒന്നുമല്ല, ചക്കക്കുരു മാങ്ങയും ഒരു ചെറിയ പീസ് കുമ്പളങ്ങി ഇട്ടിട്ടൊരു കറി വെക്കാൻ പോവാം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ നാടൻ കറി കേട്ടോ. അപ്പോൾ ഒരു നാടൻ കറി തന്നെയല്ലേ അല്ലേ. അപ്പോൾ ഇനി ഞാനെന്തായാലും ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ചക്കക്കുരു മാങ്ങ ഇത് ലാസ്റ്റത്തെ മാങ്ങയാണ് കേട്ടോ. ഇനിയിപ്പോൾ പച്ചമാങ്ങ അധികം കിട്ടൂല, ഒക്കെ പഴുത്ത് തുടങ്ങി. സീസൺ കഴിഞ്ഞല്ലോ, പച്ചമാങ്ങേൻ്റെ സീസൺ കഴിഞ്ഞു. ഇനിയൊക്കെ പഴുത്തതല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനെന്തായാലും ഒരു 2-3 മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ആവശ്യം അനുസരിച്ച് കുറച്ച് ഇങ്ങനെ എടുക്കും. ഒരുപാടൊന്നും എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ആവശ്യത്തിന് അങ്ങനെ എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ചക്കക്കുരു തൊലിക്കാൻ കത്തി കൊണ്ടും കൈ കൊണ്ടും തൊലിക്കാൻ മടിയുള്ളവർക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഒരു ഇടിക്കല്ലുണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടിച്ച് ഇതാക്കുന്ന കല്ല്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുത്തി ചതക്കുക. അതിന് ശേഷം ഒന്ന് തോലൊക്കെ കളഞ്ഞ് നല്ല ഇതിൽ എടുക്കുക കേട്ടോ. ചക്കക്കുരിയൊക്കെ ഒന്ന് നല്ല സിമ്പിളായിട്ട് കിട്ടും. ഓവറായിട്ട് നമ്മളിങ്ങനെ കുത്തി ചതച്ച് പൊടിക്കരുത്, ചെറുതായിട്ടൊന്നിങ്ങനെ കുത്തുക. അതിന് ശേഷം തോലൊക്കെ എടുത്ത് കളയാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നമ്മൾ കത്തി കൊണ്ടൊക്കെ നന്നാക്കാൻ മടിയുള്ളവർ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ നല്ല ഈസി മെത്തേഡാണിത്. ഞാനെന്തായാലും പെട്ടെന്ന് തന്നെ ഒക്കെ ക്ലിയറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇഞ്ചി ഇതൊക്കെ തക്കാളിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് മുളക് പൊടി, മല്ലി, മഞ്ഞൾ, പിന്നെ നമ്മളെ ചിക്കൻ മസാല കേട്ടോ, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് വെള്ളത്തോട് തന്നെയുള്ള ചിക്കനല്ല കേട്ടോ, കുറച്ച് ചെറുതായിട്ടൊന്ന് ഗ്രേവി പോലുള്ളൊരു ടൈപ്പിലാണ്. അപ്പോൾ പൊടികളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് കമ്മി ആക്കി ഇട്ട് കൊടുത്താൽ മതി. മല്ലിപ്പൊടി നമ്മൾ കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ കറിക്കൊരു ടേസ്റ്റ് കുറയട്ടോ, ഒരു കുത്തൽ വരും മല്ലിപ്പൊടീൻ്റെ. അപ്പോൾ എപ്പോഴും ചിക്കനിൽ മല്ലിപ്പൊടി കുറവാട്ടോ ഞാനിടുക. അപ്പോൾ ചിക്കനൊരു വേറൊരു രസം തന്നെയാണ്. അപ്പോൾ ഓവറായിട്ടുള്ളൊരു മല്ലിപ്പൊടീൻ്റെ മണം ചൊയ ഉണ്ടാവില്ല. ഇവിടെ വലിയ ഇഷ്ടമല്ല കേട്ടോ മല്ലിപ്പൊടി കൂടുതലിടുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് മസാലകളും ഒക്കെ കറക്റ്റാക്കി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ, നമ്മൾ ഉള്ളി വാടുമ്പോൾ ഇട്ട് കൊടുത്ത ഉപ്പല്ലല്ലോ ഉള്ളൂ. അപ്പോൾ ഇനി പാകത്തിനുള്ള ഉപ്പും എല്ലാം ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കറി വെക്കണം. അപ്പോൾ ഇതിവിടെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേന് നമുക്ക് കറിയും വെക്കാം. തീ കുറച്ച് ഒരു സ്ലിമ്മാക്കി ഇട്ടാൽ മതി. അപ്പോൾ ഒരുപാട് ഇങ്ങനെ തിളച്ച് പെട്ടെന്ന് അങ്ങോട്ട് വറ്റി വരില്ല കേട്ടോ. അപ്പോൾ സ്ലിമ്മാക്കി ഇട്ട് കഴിഞ്ഞാൽ ആ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ ഒന്ന് വറ്റി വെന്ത് സെറ്റായി വരും. ഇനിയിപ്പോൾ നമ്മളെ കറിക്കുള്ള സംഭവം കുറച്ച് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാതും ചക്കക്കുരുവൊക്കെ ഞാൻ കുത്തി എടുത്തത് കാരണം കത്തി കൊണ്ടൊന്നും മുറിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ്
ഇനിയിപ്പോൾ വെന്ത് ഉടഞ്ഞ് പോകുമല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ കത്തി കൊണ്ട് ഇതാക്കിയായിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ രണ്ടും കണക്ക് സെയിം തന്നെയാണ്. അങ്ങനെ ഇത് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു അരപ്പും കൂടെ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിലേതാ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് വറ്റി സെറ്റായി വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഗ്രേവി ആട്ടോ. ഇതും വെള്ളം വേണ്ട കേട്ടോ, ഇത്രയും വെള്ളം വേണ്ട. ഇതും ഞാൻ വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുക്കണം, അരക്കണം. മഴ ഇങ്ങനെ പെയ്യുകൊണ്ട് നമുക്ക് കറണ്ട് പോകുന്നതും ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തേങ്ങ അരച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പരിപ്പ് ഇട്ടത് കാരണം തേങ്ങ ഓവറായിട്ട് അങ്ങോട്ട് അരച്ചിട്ടില്ല, കുറച്ച് കേട്ടോ. ഇനി അത് കറി ഒന്ന് തണുക്കുമ്പോൾ കുറുകിയ പോലെ ആയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് കറി ഒന്ന് താളിപ്പ് ഇട്ടെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിതാ എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് കടുവറുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ഒരു ഡാർക്കും യെല്ലോ ഷെയ്ഡുള്ള മഞ്ഞൊക്കെ ആയിട്ട് കറി കാണാൻ തന്നെ നല്ലൊരു ഭംഗി കിട്ടും കേട്ടോ. അതിന് ഞാനെന്നും മോരുകറിക്കായാലും എല്ലാ കറിക്കും ഇതുപോലെ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ലേശം ഇട്ട് കൊടുക്കും കേട്ടോ. ഏറൊന്നുമില്ല കേട്ടോ മഞ്ഞൾ. അങ്ങനെ നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാ ചിക്കനും സെറ്റായിട്ടോ. ഇതുപോലെ ഒന്ന് അതിൻ്റെ അരവൊക്കെ നമ്മുടെ ചിക്കനിൽ നല്ലതുപോലെ പിടിച്ച് നല്ല മണം രുചിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ. ഇനിയിപ്പോൾ ചോറ് വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇതാട്ടോ കുക്കറൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. പാത്രങ്ങളിങ്ങനെ നിരത്തി ഇട്ടാൽ ലാസ്റ്റ് അവസാനമാകുമ്പോഴത്തേനും പാത്രം കുന്നുകൂടും. അപ്പോൾ അതാത് എടുത്ത പാത്രങ്ങൾ അപ്പോൾ തന്നെ അങ്ങോട്ട് കഴുകി വെച്ചാൽ നമുക്ക് കുറച്ച് ഒരു പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടാവില്ല, കുറച്ച് കഴുകിയാൽ മതി. അപ്പോൾ കുക്കറും നമ്മൾ ചിക്കനാക്കിയ പാത്രങ്ങളും ഒക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇനിയിപ്പോൾ ചോറ് വെച്ചാൽ മതി. അപ്പോൾ മോന് ഇതാട്ടോ ബിസ്ക്കറ്റ് തിന്നണമുണ്ട്. അതിൻ്റെ അടപ്പ് കാലുകൊണ്ട് തട്ടിയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അവനെങ്ങനെയാണ് രാത്രി ആയാൽ ഒരു ഭയങ്കര ബോറടി എത്ര കേട്ടോ. അപ്പോൾ ഫോണും ഇന്ന് കിട്ടിയിട്ടില്ല, ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ഫോണും കിട്ടില്ല. അല്ലെങ്കിൽ ഫോൺ കൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൂലൊക്കെ പോയിരിക്കും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ.